Welcome all. Now we will discuss about complex functions. A complex function is a function whose domain and range are subsets of C. ഓക്കെ, അതായത് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എല്ലാം കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ്സെറ്റായിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയൽ ഫംഗ്ഷൻസിൽ നിന്ന് ഇവിടെ വ്യത്യാസം എന്താണ് നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, റിയലിൽ നമ്മൾ ജനറലി എക്സ് ആണ് വേരിയബിളായിട്ട് യൂസ് ചെയ്യുക, ഇവിടെ നമ്മൾ സെഡ് ആണ് വേരിയബിളായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ സ്കെയിലാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഓക്കെ, ഇനി സെഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ സെഡിനെ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതായത് റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്നുള്ള രൂപത്തിൽ. അതുപോലെ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെയും നമുക്കിതുപോലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തിരിച്ച് എഴുതാനായിട്ട് പറ്റും. അതാണ് റിമാർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. വേർ u is the real part of f of z and v is the imaginary part of f of z. അതിൽ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ യുവും വിയും ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. z ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇറേസ് ടു ഐ തീറ്റ എന്നാണ് കൊടുക്കുന്നതുണ്ടെങ്കിൽ യുവും വിയും ഫംഗ്ഷൻസ് ഓഫ് ആർ ആൻഡ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. റിയലിൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സിലുള്ള എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ്. ഓക്കെ, ഇതിൻ്റെയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് വേർതിരിച്ച് എഴുതാൻ പറ്റുന്നതാണ്. അതിന് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് നമ്മുടെ ഓയിലേഴ്സ് ഫോർമുല യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിയൽ പാർട്ടായിട്ടുള്ള യു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ആണെന്നും ഇമാജിനറി പാർട്ടായിട്ടുള്ള വി ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. ദിസ് ഇസ് ദ യു പ്ലസ് ഐ വി ഫോം. ഓക്കെ, നൗ വി ഹാവ് ത്രീ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഇത് റിയലിലുള്ള പോലെ തന്നെയാണ്. ഇ റേസ് ടു സെഡ് വൺ ഇൻറ്റു ഇ റേസ് ടു സെഡ് ടു നമുക്ക് ഇ റേസ് ടു സെഡ് വൺ പ്ലസ് സെഡ് ടു എന്ന് എഴുതാം. അതുപോലെ ഇ റേസ് ടു സെഡ് വൺ ബൈ ഇ റേസ് ടു സെഡ് ടു ഈക്വൽ ടു ഇ റേസ് ടു സെഡ് വൺ മൈനസ് സെഡ് ടു എന്ന് എഴുതാം. ആൻഡ് ഇ റേസ് ടു സെഡ് ഹോൾ പവർ എൻ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എൻ സെഡ് എന്നുള്ള രൂപത്തിലും എഴുതാം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് സെഡ്. നെക്സ്റ്റ് വി ഹാവ് പീരിയോഡിസിറ്റി. ഓക്കെ, നമുക്കറിയാം റിയലിൽ ഇ റേസ് ടു എക്സ് പീരിയോഡിക് അല്ല. ഓക്കെ, പക്ഷേ ഇവിടെ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക് ആണ്. അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡിൽ എഫ് ഓഫ് സെഡ് പ്ലസ് ടു പൈ ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എഫ് ഓഫ് സെഡ് തന്നെ ആയിട്ട് കിട്ടും. That is f of z plus 2 pi I is equal to e raised to z that is equal to f of z. എന്ന് പറഞ്ഞാൽ 2 pi I എന്ന് പറയുന്നത് e raised to z-ൻ്റെ പീരിയഡ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, that is e raised to z is periodic with complex period 2 pi I. ഇവിടെ പീരിയഡായിട്ട് കിട്ടിയിട്ടുള്ള 2 pi I എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാം സൈൻ ഫംഗ്ഷനൊക്കെ കൺസിഡർ ചെയ്താൽ അതിൻ്റെ പീരീഡ് 2 പൈ ആണ്. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ 2 പൈ വിട്ടിൽ നമ്മളിങ്ങനെ സ്ട്രിപ്പ് വരച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സൈനിൻ്റെ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പീരീഡ് കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്കത് സ്ട്രിപ്സ് വരയ്ക്കാൻ പറ്റുന്നത് എക്സ് ആക്സിൽ കൂടെ അല്ല, പകരം വൈ ആക്സിസ് കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ സ്ട്രിപ്പുകൾ വരയ്ക്കുമ്പോൾ പീരിയോഡിക് ആയതുകൊണ്ട് തന്നെ ഇ റേസ് ടു സെഡിന് എടുക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂസും ആ ഒരൊറ്റ സ്ട്രിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പം അതിൽ ഫണ്ടമെൻ്റൽ റീജിയൻ ആയിട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ സ്ട്രിപ്പായിട്ട് പറയുന്നത് ദ സ്ട്രിപ്പ് മൈനസ് പൈ ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രിപ്പിൽ ഇ റേസ് ടു സെഡിൽ കിട്ടാവുന്ന എല്ലാ വാല്യൂസും അവിടെയുള്ള എല്ലാ പോയിൻറ്റ്സിലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ അതിനോട് പാരലായിട്ട് കിടക്കുന്ന എല്ലാ സ്ട്രിപ്പിലും ഇ റേസ് ടു സെഡിന് കിട്ടുന്ന എല്ലാ വാല്യൂസും അസ്യൂം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിയൽ ഇ റേസ് ടു എക്സ് പീരിയോഡിക് അല്ല, പക്ഷേ കോംപ്ലക്സ് ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ് പീരിയോഡിക് ആണ്. ഓക്കെ, ആൻഡ് മൈനസ് പൈ മുതൽ പൈ വരെയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ റീജിയൻ എന്ന് പറയുന്നത്. നൗ വി ഹാവ് സം പ്രോബ്ലംസ്. രണ്ട് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ജി ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് പ്ലസ് സെഡ് ബാർ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡിനോമിനേറ്റർ 0 ആവാതെ നോക്കണം. ഓക്കെ,
So this function is well defined for all z such that z plus z bar is not equal to 0. Denominator 0 ആവാത്ത എല്ലാ z-നും g of z well defined ആണ്. അപ്പോൾ z plus z bar not equal to 0 എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ we get 2 into real part of z is not equal to 0, that is real part of z is not equal to 0, that is x is not equal to 0. So the domain is set a full z element of C such that real part of z not equal to 0, that is set of all complex numbers x plus iy where x is not equal to 0. അതാണ് അതിൻ്റെ ഡൊമൈൻ. ഇതുപോലെ തന്നെ എച്ച് ഓഫ് സെഡിൻ്റെയും ഡൊമൈൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ z സ്ക്വയർ പ്ലസ് 1 0 ആവുന്നത് രണ്ട് പോയിൻറ്റ്സിലാണ്, ഐയിലും മൈനസ് ഐയിലും. അപ്പോൾ അവരെ മാത്രം കോംപ്ലക്സ് നമ്പേഴ്സ് ഒഴിവാക്കിയാൽ മതി. ദാറ്റ് ഈസ് ദ ഡൊമൈൻ. നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഇൻ ദ കാർട്ടീഷ്യൻ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതായത് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ യു പ്ലസ് ഐ വി ഫോമിൽ എഴുതണം. അത് കാർട്ടീഷ്യനിലും കാണിക്കണം, പോളാറിലും കാണിക്കണം. അപ്പോൾ ആദ്യം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. അതിന് സെഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ യുവും വിയും ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ കിട്ടും. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും വി എന്ന് പറയുന്നത് 2xy ആണ്. ഇതേ ഫംഗ്ഷനിൽ സെഡിന് പകരം ആർ ഇൻറ്റു ഇറേസ് ടു ഐ തീറ്റ എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് യു ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു കോസ് ടു തീറ്റ ആൻഡ് വി ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു സൈൻ ടു തീറ്റ. Okay, and for the next function g of z is equal to z plus 1 by z. If you substitute z is equal to x plus iy, you can see that u is equal to x cube plus x into y square plus x divided by x square plus y square, and v is equal to y cube plus y into x square minus y by x square plus y square. And if you substitute z is equal to r into e raised to I theta, then you can see that u of r theta is equal to r plus 1 by r into cos theta and v is equal to r minus 1 by r into sin theta. Okay, ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണമെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4y ക്യൂബ്. ഫൈൻഡ് എഫ് അറ്റ് സെഡ് ഈക്വൽ ടു 3 + 2y. അതുപോലെ ജി ഓഫ് സെഡ് തന്നിട്ടുണ്ട്, അതിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ജി അറ്റ് സെഡ് ഈക്വൽ ടു 2y. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ z ഈക്വൽ ടു 3 + 2y ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് സെഡ് തന്നിട്ടുള്ളതിൽ എക്സും വൈ ആണ് കാണാനുള്ളത്. സോ z ഈക്വൽ ടു 3 + iയുടെ എക്സും വൈയും ആരാണെന്ന് ആദ്യം എഴുതാം. എക്സ് ഈക്വൽ ടു 3 ആണ്, വൈ ഈക്വൽ ടു 2 ആണ്. അത് ജസ്റ്റ് ആ എഫ് ഓഫ് സെഡിൻ്റെ എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദ ആൻസർ ഈസ് 12 - 23i. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ z ഈക്വൽ ടു 2y ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ജി ഓഫ് സെഡ് നോക്കുമ്പോൾ അതിൽ ആറും തീറ്റയാണ് കാണുന്നത്. അതുകൊണ്ട് z ഈക്വൽ ടു 2yൻ്റെ ആറും തീറ്റയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 2y എന്ന് പറയുമ്പോൾ നമുക്കറിയാം y ആക്സിസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒറിജിനിൽ നിന്ന് ദൂരം 2 ആണ് ആൻഡ് ആംഗിൾ ഈസ് π/2. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് r and theta, you get the answer is 4i. Okay, and the fourth question is find e raised to z at z equal to 0, I and 2 + πi. അപ്പോൾ നമുക്ക് e raised to zൻ്റെ u plus iv ഫോം എഴുതാം. ദാറ്റ് ഈസ് e raised to x into cos y plus i sin y. അതിൽ ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. z equal to 0 ആകുമ്പം എക്സും വൈയും എന്താണെന്ന് എഴുതാം, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഗെറ്റ് e raised to 0 is equal to 1. ആൻഡ് z equal to iയിൽ എക്സും വൈയും എന്താണെന്ന് എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ ഈസ് cos 1 plus i into sin 1. ആൻഡ് z equal to 2 + πiയിൽ എക്സും വൈയും കണ്ടുപിടിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ ഈസ് -e². ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് e raised to z in the form a plus ib if z is equal to 2 - π/3 into i. ഇവിടെ z തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എക്സും വൈയും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ദെൻ e raised to zൻ്റെ u plus iv ഫോം എഴുതിയിട്ട് അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് അതിനെ കോംപ്ലക്സ് നമ്പറിലേക്ക്, അതായത് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള രൂപത്തിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് അത് എക്സ്പാൻഡ് ചെയ്താൽ മതിയാവും. സോ ദ ആൻസർ ഈസ് a²/2 - i into √3/2 e². ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ സെക്ഷൻ കോംപ്ലക്സ് ഫങ്ഷൻസ് ആസ് മാപ്പിംഗ്സ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം റിയൽ ഫങ്ഷൻസ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ എളുപ്പമാണ്. റിയൽ ആക്സിസ് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ നമുക്ക് റിയൽ ഫങ്ഷൻസിനെ മാപ്പ് ചെയ്യാൻ പറ്റും.
പക്ഷേ ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആകുമ്പം നമുക്ക് ഡൊമൈനും കോംപ്ലക്സ് നമ്പേഴ്സിന് എടുക്കണം, അതുപോലെ കോഡൊമൈനും കോംപ്ലക്സ് നമ്പേഴ്സിന് എടുക്കണം. അപ്പോൾ ദാറ്റ് വിൽ ബി 4 ഡയമെൻഷണൽ. അത് നമുക്ക് വരച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കോപ്പീസ് ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ കൺസിഡർ ചെയ്യും. അതിലൊന്ന് Z പ്ലെയിൻ ആയിട്ടും ഒന്ന് W പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ Z പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുന്നത് ഡൊമൈനിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ആയിരിക്കും. അവരുടെ ഇമേജസ് ആണ് W പ്ലെയിനിൽ നമ്മൾ കാണിക്കുക. ഓക്കെ, നമുക്കറിയാം ഡൊമൈനും കോഡൊമൈനും ഒക്കെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. സപ്പോസ് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ് ഡൊമൈനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മാപ്പ് ചെയ്യുമ്പോൾ ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ ആയിരിക്കും കിട്ടുക Z പ്ലെയിനിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഇമേജസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തും ഫുള്ളായിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു അർത്ഥമില്ല. പക്ഷേ നമ്മളിവിടെ എങ്ങനെയാണ് ആ മാപ്പിനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈനിൽ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എടുക്കും, ഡൊമൈനിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എടുക്കും. അത് ചിലപ്പോൾ ഒരു ലൈനോ ഒരു സർക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിനെ എങ്ങനെയാണ് ആ ഫംഗ്ഷൻ അപ്പുറത്തേക്ക് മാപ്പ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ നോക്കാം. ലൈനോ സർക്കിളോ അല്ലെങ്കിൽ ഒരു ഹാഫ് സ്പേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ എടുത്തിട്ട് അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും അപ്പുറത്ത് വരിക എന്ന് ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് ശരിക്കും ഡ്രോ ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ 2 കോപ്പീസ് വെച്ചിട്ടാണ് ഇവിടെ ആ ഒരു മാപ്പിങ്ങിൻ്റെ എന്താ പറയുക ജോമെട്രിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലംസിലൂടെയാണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ഹാഫ് പ്ലെയിൻ റിയൽ പാർട്ട് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അണ്ടർ ദ കോംപ്ലക്സ് മാപ്പിംഗ് W ഈക്വൽ ടു IZ ആൻഡ് റെപ്രസെൻറ്റ് ദ മാപ്പിംഗ് ഗ്രാഫിക്കലി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് W ഈക്വൽ ടു IZ എന്ന് പറയുന്ന കോംപ്ലക്സ് മാപ്പാണ്. അതിൽ റിയൽ പാർട്ട് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഹാഫ് പ്ലെയിനിൻ്റെ ഇമേജ് അണ്ടർ ദിസ് മാപ്പിംഗ് എന്നാണ് ചോദ്യം. പോരാതെ അത് ഗ്രാഫിക്കലി മാപ്പ് ചെയ്യും കൂടെ വേണം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മാപ്പിനെടുത്തു W ഈക്വൽ ടു IZ. അതിനെ U+IV ഫോമിലേക്ക് ആദ്യം എഴുതുക. Z ഈക്വൽ ടു X+IV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ U+IV ഫോമിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും U എന്ന് പറയുന്നത് -y ആണ്, V എന്ന് പറയുന്നത് X ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ളത് ആരുടെയാണ് ഇമേജ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ അയാളെ നമ്മൾ S എന്ന് വിളിക്കുകയാണ് കേട്ടോ. ലെറ്റ് S is equal to set of all Z such that real part of Z is greater than or equal to 2. Okay, that is set of all X plus IY where X is greater than or equal to 2. അവിടെ എക്സിന് മാത്രം റിയൽ പാർട്ട് ഓഫ് സെഡ് മാത്രമാണ് നമുക്ക് 2-നേക്കാൾ മുകളിലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇമാജിനറി പാർട്ടിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കത് ട്രിവിയലി -∞ മുതൽ ∞ വരെ റൺ ചെയ്യുന്നു എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് X ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. പക്ഷേ ഇക്വേഷൻ നമ്പർ 1 വിയും എക്സും ഈക്വൽ ആയതുകൊണ്ട് V ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ -∞ മുതൽ ∞ വരെ y റൺ ചെയ്താൽ നമുക്ക് ക്ലിയർലി യുവിൻ്റെ റണ്ണിങ് മനസ്സിലാക്കാൻ പറ്റും. കാരണം U ഈക്വൽ ടു -y ആണ്. അപ്പോൾ യുവും -∞ മുതൽ ∞ വരെ റൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇമേജസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് W എന്ന് പറഞ്ഞാൽ U+IV ആണല്ലോ. അപ്പോൾ യുവും വിയും എങ്ങനെ റൺ ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം അത് നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യുവും വിയും എന്താണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് റൺ ചെയ്യണമെന്ന് മനസ്സിലായി. സോ ദാറ്റ് ഈസ് അവർ S'. അപ്പോൾ S' is equal to set of all W equal to U+IV where -∞ less than U less than ∞ and V is greater than or equal to 2. അത് ജസ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അതാണ് നമ്മുടെ S എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഇമേജ് അണ്ടർ ദിസ് മാപ്പ് W ഈക്വൽ ടു IZ. അപ്പോൾ അത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. ആദ്യത്തെ പ്ലെയിനാണ്, ലെഫ്റ്റിലിരിക്കുന്നതാണ് Z പ്ലെയിൻ, റൈറ്റിലിരിക്കുന്നതാണ് W പ്ലെയിൻ. അപ്പോൾ Z പ്ലെയിനിലെ ആക്സിസ് X ആക്സിസും Y ആക്സിസും ആയിരിക്കും. W പ്ലെയിനിലെ ആക്സിസ് U ആക്സിസും V ആക്സിസുമാണ്. ഓക്കെ, ഇനി ലെഫ്റ്റിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ചോദ്യത്തിലുള്ള റിയൽ പാർട്ട് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോർഷനാണ്. റിയൽ പാർട്ട് ഓഫ് Z എന്ന് പറഞ്ഞാൽ X. അപ്പോൾ X ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ X ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനിൻ്റെ റൈറ്റ് സൈഡാണ് വരിക. ആ ഒരു ഹാഫ് പ്ലെയിൻ മൊത്തം നമുക്ക് നമ്മുടെ ഡൊമൈനിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമേജ് എന്താണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കിട്ടിയത് എന്താണ്, V ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് ആൻഡ് യുവിന് -∞ മുതൽ ∞ വരെ റൺ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഇമേജ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഗെയിൻ ഒരു ഹാഫ് പ്ലെയിൻ തന്നെയാണ്, പക്ഷേ അത് മുകളിലേക്കുള്ള ഹാഫ് പ്ലെയിൻ ആണ്. ഓക്കെ, സോ ദിസ് മാപ്സ് ദ ഹാഫ് പ്ലെയിൻ ടു അനദർ ഹാഫ് പ്ലെയിൻ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ഹാഫ് പ്ലെയിൻ ഇമാജിനറി പാർട്ട് ഓഫ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അണ്ടർ ദ കോംപ്ലക്സ് മാപ്പിംഗ് W ഈക്വൽ ടു IZ+2 ആൻഡ് റെപ്രസെൻറ്റ് ഗ്രാഫിക്കലി. ഇതേപോലെ തന്നെ W ഈക്വൽ ടു
IZ+2 എന്ന് പറഞ്ഞ മാപ്പിനെടുത്തു, അതിനെ U+IB ഫോമിലേക്ക് ആക്കി, ഇക്വേഷൻ നമ്പർ 1 ഫോം ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള സെറ്റ് എടുത്തു, അതിനെ എസ് എന്ന് പേര് വിളിച്ചു. സെറ്റ് ഫോർ സെറ്റ് വേർ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ അവിടെ ഇമാജിനറി പാർട്ട്, അതായത് വൈയുടെ റണ്ണിങ് മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിന് പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് എക്സ് -∞ മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കാം. ഓക്കെ, ഇനി അതിൽ നിന്ന് നിങ്ങൾ യുവിലേക്കും വിയിലേക്കും എങ്ങനെയാണ് അത് റൺ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ u ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ റണ്ണിങ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിയുടെ റണ്ണിങ്ങും കിട്ടും. രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് എസ് ഡാഷ് എന്താണ് ഇമേജ് വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ w വേർ u ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് -∞ ലെസ് ദാൻ v ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, ഇതാണ് ഇമേജ്. ഇനി അതെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. വീണ്ടും നമ്മൾ നേരത്തെ വരച്ചതുപോലെ Z പ്ലെയിനും W പ്ലെയിനും വരയ്ക്കുന്നു, ആക്സിസുകൾ മാർക്ക് ചെയ്യുന്നു. അതിൽ ലെഫ്റ്റിൽ കാണിച്ചിട്ടുള്ള ഇമാജിനറി പാർട്ട് ഓഫ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആ റെഡിൽ കാണിച്ചിട്ടുള്ളതാണ്. അതാണ് നിങ്ങളുടെ ചോദ്യം. അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. സോ ലെഫ്റ്റിലുള്ളതും അഗെയിൻ ഒരു ഹാഫ് പ്ലെയിൻ ആയിരുന്നു, അതിൻ്റെ ഇമേജായിട്ട് നമുക്ക് കിട്ടിയതും അഗെയിൻ ഒരു ഹാഫ് പ്ലെയിൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ രണ്ട് പ്രോബ്ലംസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ x ഈക്വൽ ടു 1 അണ്ടർ w ഈക്വൽ ടു z സ്ക്വയർ ആൻഡ് റെപ്രസെൻറ്റ് ഗ്രാഫിക്കലി. ഈ തൊട്ട് മുന്നത്തെ രണ്ട് പ്രോബ്ലംസിലും നമ്മൾ ഇമേജ് നോക്കിയത് ഹാഫ് പ്ലെയിൻസിൻ്റെ ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഇമേജ് നോക്കാൻ പോകുന്നത് ഒരു വെർട്ടിക്കൽ ലൈനിൻ്റെ ആണ്, അണ്ടർ ദ മാപ്പ് w ഈക്വൽ ടു z സ്ക്വയർ. അപ്പോൾ ഈ ഒരു മാപ്പിൽ നമ്മൾ അഗെയിൻ x+iy സെഡിന് കൊടുത്തിട്ട് ഡബ്ല്യുവിനെ u+iv എന്നുള്ള ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ u ഈസ് ഈക്വൽ ടു x² - y² എന്ന് കിട്ടും, v ഈക്വൽ ടു 2xy എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കും. ഇതേപോലെ നിങ്ങളുടെ സെറ്റിനെ എസ് എന്ന് വിളിക്കും, അതായത് എസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x+iy വേർ x ഈക്വൽ ടു 1. അവിടെ വൈക്ക് ഇൻഫിനിറ്റി വരെ റൺ ചെയ്യാം. അപ്പോൾ -∞ ലെസ് ദാൻ y ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു x ഈക്വൽ ടു 1 എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് യുവും വിയും തമ്മിൽ ഉള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ u ഈക്വൽ ടു 1 - y² എന്ന് കിട്ടും ആൻഡ് v ഈസ് ഈക്വൽ ടു 2y എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ സോൾവ് ചെയ്തിട്ട് വൈനെ എലിമിനേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ v ഈക്വൽ ടു 2y എടുക്കുമ്പോൾ y ഈക്വൽ ടു v/2 കിട്ടും. അത് u ഈക്വൽ ടു 1 - y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ we can obtain v² is equal to -4 into u - 1. ഓക്കെ, ജസ്റ്റ് യുവും വിയും തമ്മിൽ സോൾവ് ചെയ്തിട്ട് അത് എന്തിൻ്റെ ഇക്വേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, പരാബോളയുടെ ഇക്വേഷനാണ്. അതിൻ്റെ വെർട്ടെക്സ് ഇരിക്കുന്നത് 10 എന്ന് പറയുന്ന പോയിന്റിലാണ്. ആൻഡ് അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക് നോക്കിയിരിക്കുന്ന പരാബോളയാണെന്ന് മനസ്സിലാവും. ഇനി അത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്താൽ മതി. അഗെയിൻ സെറ്റ് പ്ലെയിനും W പ്ലെയിനും വരച്ചു. അതിൽ വെർട്ടിക്കൽ ലൈൻ x ഈക്വൽ ടു 1 സെറ്റ് പ്ലെയിനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് നോക്കൂ, ഒരു പരാബോളയാണ് ഫേസിങ് ടു ദ ലെഫ്റ്റ് ആൻഡ് ഹാവിങ് വെർട്ടെക്സ് അറ്റ് ദ പോയിൻറ്റ് 10. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഹാഫ് പ്ലെയിൻസിനെ ഹാഫ് പ്ലെയിൻസിലേക്ക് മാപ്പ് ചെയ്യണ പോലെയൊക്കെ കണ്ടു. പക്ഷേ അതെല്ലാ എല്ലാ കോംപ്ലക്സ് മാപ്സും ഹാഫ് പ്ലെയിനുകളിലേക്ക് കൊടുക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യനിൽ ഒരു വെർട്ടിക്കൽ ലൈനിനെ എങ്ങനെയാണ് മാപ്പ് ചെയ്തത്, ഒരു പരാബോളയിലേക്കാണ് മാപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വി ഹാവ് പാരാമെട്രിക് കർവ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. നമുക്ക് പാരാമെട്രൈസേഷൻ യൂസ് ചെയ്തിട്ടും കോംപ്ലക്സ് പ്ലെയിനിൽ കുറച്ച് ആൾക്കാരെ, അതായത് ലൈൻ സെഗ്മെൻറ്റ്, സർക്കിൾ, റേ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണ്, അതിൻ്റെ ജനറൽ ഫോർമുലാസ് എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, ഒരു ലൈനിൻ്റെ പാരാമെട്രൈസേഷൻ. ഓക്കെ, Z0, Z1 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ്, അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരിലൂടെ പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ, പാരാമെട്രൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് Z of t is equal to Z0 into 1 - t plus Z1 into t, where t runs from -∞ to infinity. ഓക്കെ, അതായത് t -∞ മുതൽ ഇൻഫിനിറ്റി വരെ റൺ ചെയ്യുമ്പോഴാണ് നമുക്കിത് Z0ഉം Z1ഉം അതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഇതേ ഇക്വേഷൻ തന്നെയാണ് ലൈൻ സെഗ്മെൻറ്റിന്, പക്ഷേ ഒരു വ്യത്യാസം, ടിയുടെ റണ്ണിങ് 0 മുതൽ 1 വരെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുക Z0 മുതൽ Z1 വരെയുള്ള ആ ഒരു ലൈൻ സെഗ്മെൻറ്റിനെയാണ് കിട്ടുക.
ഓക്കെ, ഇനി Z0 സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാൽ Z1 കൂടെ പാസ് ചെയ്യുന്ന ഒരു റേ ആണ് വേണ്ടത് എങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ടിയുടെ റണ്ണിങ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ t = 0 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് Z0 ആണ്. ഓക്കെ, അപ്പോൾ Z0 എന്നാണ് ആ റേയുടെ തുടക്കം ആൻഡ് ദെൻ ഗോസ് ഇൻഫിനൈറ്റ്ലി. ഓക്കെ, അപ്പോൾ ഈ 3 ലൈനിൻ്റെയും ലൈൻ സെഗ്മെൻറ്റിൻ്റെയും റേയുടെയും ഇക്വേഷൻ ഒന്ന് തന്നെയാണ്, പക്ഷേ ആ ടിയുടെ റണ്ണിങ് മാത്രമാണ് ചെറുതായിട്ടൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ളൂ. ഇനി നാലാമത് പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷനാണ്. അതിൽ സാധാരണ നമ്മൾ സെൻറ്റർ Z0 റേഡിയസ് 6 സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷൻ പറയുക Z(t) = Z0 + R × e⁻t എന്നാണ്. അത് ഫുൾ സർക്കിൾ ആണെന്ന് കാണിക്കാൻ ടിയുടെ റണ്ണിങ് 0 മുതൽ 2π വരെ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ 0 ≤ t ≤ 2π. ഇനി ഇതിൽ ഓയിലേഴ്സ് ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ Z0 + R × cos t + I sin t എന്നുള്ള രൂപത്തിലും എഴുതാം. ടിയുടെ റണ്ണിങ് അപ്പോഴും 0 to 2π തന്നെ ആയിരിക്കണം. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഈസ് പ്ലോട്ട് ദ പാരാമെട്രിക് കർവ് C given by Z(t) = 1 + 2 × e⁻t 0 ≤ t ≤ 2π and find a parameterization of the image C' of C under the mapping f of z = z + 1 - I, then plot C'. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു C തന്നിട്ടുണ്ട്, അതിനെ പ്ലോട്ട് ചെയ്യണം ആൻഡ് ദെൻ അതിൻ്റെ ഇമേജ് C' എന്താണെന്ന് കണ്ടുപിടിക്കണം. അണ്ടർ ദ മാപ്പിംഗ് f of z തന്നിട്ടുണ്ട്, അതിനുശേഷം C' പ്ലോട്ട് ചെയ്യാൻ കൂടെ വേണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള C എന്താണെന്ന് മനസ്സിലാക്കാം. C എന്ന് പറഞ്ഞാൽ Z(t) = 1 + 2 × e⁻t ആണ്. t runs from 0 to 2π. ഇതെന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഒറിജിൻ 1 ആണ്, റേഡിയസ് 2 ആണ്, ഫുൾ സർക്കിൾ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാപ്പിനെയാണ്. f of z = z + 1 - I. ആ മാപ്പിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഈ സർക്കിളിൻ്റെ ഇമേജ് എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ f of c കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. f of c = f of c എന്ന് പറഞ്ഞാൽ ആരാണ്, Z(t) ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, f of Z(t) എന്ന് എഴുതാം. ഇനി f of z എന്താണെന്ന് നമുക്കറിയാം. സോ f of Z(t) എന്തായിരിക്കും, z ഉള്ളിടത്തൊക്കെ Z(t) കൊടുത്തിട്ട് എഴുതിയാൽ മതി. അപ്പോൾ f of Z(t) = Z(t + 1 - I. ഓക്കെ, ഇനി Z(t) എന്താണെന്ന് നമുക്കറിയാം, അത് റീപ്ലേസ് ചെയ്യാം. 1 + 2 × e⁻t + 1 - I. ഒന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 - I + 2 × e⁻t എന്ന് കിട്ടും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ വന്ന് നിന്നു. സെൻറ്റർ 2 - I ആണ് ആൻഡ് റേഡിയസ് 2 ആണ്. ഫുൾ സർക്കിൾ ഉണ്ട്, 0 to 2π തന്നെയാണ് ടിയുടെ റണ്ണിങ്. ഓക്കെ, അപ്പോൾ C' എന്ന് പറയുന്നതും ഒരു സർക്കിൾ തന്നെയാണ്. സെൻറ്റർ 2 - I ആണ്, റേഡിയസ് 2 ആണ്. ഇനി അത് ജസ്റ്റ് പ്ലോട്ട് ചെയ്യാനോട് ചെയ്തിരിക്കണേ. ആദ്യത്തെ സർക്കിൾ Z പ്ലെയിനിലും രണ്ടാമത്തെ സർക്കിൾ W പ്ലെയിനിലാണ് വരച്ചേക്കണേ. അപ്പോൾ ഈ മാപ്പ് സർക്കിളിലേക്കാണ് മാപ്പ് ചെയ്തത്, പക്ഷേ സെൻറ്ററും റേഡിയസൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്റർ 1 റേഡിയസ് 2 ആയിരുന്നു ആൻഡ് രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ 2 - 1 2 - I എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 - 1 ആൻഡ് റേഡിയസ് അഗെയിൻ 2. And the next question is find the image of the line segment from 1 to I under W = IZ bar. അപ്പോൾ നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാനാണ്. അത് 1 നിന്ന് ഐയിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആ പാരാമീറ്ററൈസേഷൻ യൂസ് ചെയ്യാം. 1 നിന്ന് ഐയിലേക്കുള്ള, അപ്പോൾ Z0 1 ആയിട്ടും Z1 I ആയിട്ടും എടുത്തിട്ട് ആ ഇക്വേഷനിലിട്ട് കൊടുത്താൽ മതി. 1 നിന്ന് ഐയിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, C is Z(t) = 1 × 1 - t + I × t. ടിയുടെ റണ്ണിങ് 0 മുതൽ 1 വരെ ലൈൻ സെഗ്മെൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 1 - t + IT വേർ 0 ≤ t ≤ 1. ഇനി W = IZ bar ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് f of z എന്ന് പറയുന്നത് IZ bar ആണ്. അപ്പോൾ നമുക്ക് C' കണ്ടുപിടിക്കണം. C' എന്ന് പറഞ്ഞാൽ f of c ആണ്. f of c എന്ന് പറഞ്ഞാൽ f of Z(t) ആണ്. f of Z(t) എന്ന് പറഞ്ഞാൽ എന്താണ്, I × Z(t) bar ആണ്. അതിൽ Z(t) എന്താണെന്ന് കൊടുക്കുന്നു ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാർ അപ്ലൈ ചെയ്യുന്നത്. ബാർ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഐയിലുള്ള ടേംസിനൊക്കെ ഓപ്പോസിറ്റ് സിമ്പിൾസ് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കൂ, -I × 1 - t + -1 × t. എഗെയിൻ ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ വന്ന് നിന്നു. ആ ലൈൻ സെഗ്മെൻറ്റ് ആരെ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്, -iനെയും -1നെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റാണ്. ഓക്കെ, സോ അത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആദ്യത്തേത് Z പ്ലെയിൻ, രണ്ടാമത്തെ W പ്ലെയിൻ. അതിൽ ആദ്യം വരച്ചിട്ടുള്ളത് 1 നിന്ന്
ഐയിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ് ഡബ്ല്യു പ്ലെയിനിലേക്ക് വന്നപ്പോൾ അത് -i നിന്ന് -1ലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റിലേക്കാണ് മാപ്പിംഗ് കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈൻ സെഗ്മെൻറ്റിനെ അഗെയിൻ ലൈൻ സെഗ്മെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്തു. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി അപ്പർ സെമി സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 2 അണ്ടർ w=z². ഇവിടെ നമുക്കുള്ളത് ഒരു സർക്കിള് ഫുള്ളായിട്ടില്ല, സെമി സർക്കിളേ ഉള്ളൂ. സെൻറ്റർ ഒറിജിൻ ആണ്, റേഡിയസ് 2 ആണ്. മാപ്പിംഗ് തന്നിട്ടുണ്ട് w=z². ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പാരാമീറ്ററൈസേഷൻ എഴുതാം. c = z of t ഈക്വൽ ടു സെൻറ്റർ 0 എന്നുള്ളതുകൊണ്ട് 0 + 2 × e⁻it, റേഡിയസ് 2 ആയതുകൊണ്ട്. ഓക്കെ, വേർ 0 ≤ t ≤ π എഴുതിയാൽ മതി. കാരണം 2π വരെ കറങ്ങുമ്പോൾ നമുക്ക് ഫുൾ സർക്കിളാണ് കിട്ടുക. ഇവിടെ സെമി സർക്കിൾ ആയതുകൊണ്ട് പകുതി വരെ കറങ്ങിയാൽ മതി. ദാറ്റ് ഈസ് 0 മുതൽ π വരെ. ഓക്കെ, ദാറ്റ് ഈസ് c = z of t ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × e⁻it വേർ 0 ≤ t ≤ π. ഇനി നമ്മുടെ മാപ്പ് അഗെയിൻ നേരത്തെ എടുത്ത പോലെ തന്നെ w=z² എടുക്കുന്നു. ദാറ്റ് ഈസ് f of z = z² ആണ്. c' കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് f of c = f of z of t ദാറ്റ് ഈസ് z of t സ്ക്വയർ. z of t എന്താണ്? 2 × e⁻it ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ 4 × e⁻i2t എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇയുടെ പവറിൽ it നിൽക്കുമ്പോഴാണ് അത് സെമി സർക്കിൾ ആവാം. വേർ t റൺസ് ഫ്രം 0 to π. ഓക്കെ, ഇയുടെ പവറിൽ പക്ഷേ ഇവിടെ 2t ആണ് നിൽക്കുന്നത്. t റൺ ചെയ്യണത് 0 മുതൽ π വരെയാണ്. അപ്പോൾ t 0 മുതൽ π വരെ റൺ ചെയ്താൽ 2t 0 മുതൽ 2π വരെ റൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ t 0 മുതൽ π വരെ റൺ ചെയ്യുമ്പോൾ ഈ 4 × e⁻i2t അഗെയിൻ ഒരു സർക്കിൾ തന്നെയാണ് തരുന്നത്. അതും ഫുൾ സർക്കിളാണ് കിട്ടുന്നത്. കാരണം 2t അപ്പോഴേക്കും 0 മുതൽ 2π കറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ 4 × e⁻i2t എന്ന് പറയുന്നത് അഗെയിൻ ഒരു സർക്കിളാണ് വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 4. അത് ഫുൾ സർക്കിളാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് വരയ്ക്കുമ്പോൾ ആദ്യത്തേത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഹാഫ് സർക്കിളാണ്. പക്ഷേ w=z² വെച്ച് മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹാഫ് സർക്കിളിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിളാണ് കിട്ടുന്നത്. ആദ്യത്തേതിൽ സർക്കിളിൻ്റെ റേഡിയസ് 2 ആയിരുന്നു, സെമി സർക്കിളിൻ്റെ റേഡിയസ് 2 ആയിരുന്നു. രണ്ടാമത്തേൽ റേഡിയസ് ഡബിൾ ചെയ്തിട്ടുണ്ട്, 4 ആയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോബ്ലം. താങ്ക് യു.